ഹായ്, ഇന്ന് നമുക്കൊരു ടൂർ പോകാം അല്ലേ? അമ്മയെ വിളിച്ചു തുടങ്ങി. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമുള്ള ടൂറാണ് കേട്ടോ. ഞങ്ങളുടെ ഫോണിൽ നിന്ന് നമുക്ക് കാണാം. അല്ലെങ്കിൽ പറഞ്ഞേക്കാല്ലേ, വേറെ കൂടെ എടുക്കാം. മൂന്നാറിലേക്കാണ് പോണത്. അപ്പോൾ എറണാകുളത്ത് നിന്ന് മൂന്നാറിലേക്കുള്ള ഒരു യാത്ര കാണാം. ഈ യാത്രയിൽ ഒരാൾ കൂടെ ഉണ്ട് കേട്ടോ, എൻ്റെ അനിയൻ, അതായത് കൊച്ചച്ഛൻ്റെ മകൻ. ഇത് ഏത് റൂട്ടാണ്? നമ്മൾ പെരുമ്പാവൂർ മൂന്നാറാണ്, കോതമംഗലം. ഇരിങ്ങോൾക്കാവില് നമ്മൾ എന്നാ വന്നിട്ട് എവിടെ പോയിട്ട് വന്ന വഴി എവിടെയായിരുന്നത്? ഇന്നാളെ നമ്മൾ എവിടെ പോയിട്ട് വന്നപ്പോഴാണ് കുറുപ്പമ്പടി. കൂവപ്പടിയാണ് രാജപ്പൻ കൊച്ചച്ഛൻ്റെ. ഐശ്വര്യം എന്തൊരു ഇനിയിപ്പോൾ അങ്ങോട്ട് മല പോലെ അതേ കണ്ടോ, സ്റ്റെപ്പായിട്ട സ്ഥലം. ഇത് കോതമംഗലത്താണ്ടോ ചായ കുടിക്കാൻ ഇറങ്ങിയതാണ്. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 സൈഡിൽ നോക്കിയാലും ഫർണിച്ചർ കടയാണ്. എങ്ങോട്ടേക്ക് തിരിഞ്ഞാലും ഫർണിച്ചർ കടയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടാത്ത ഫർണിച്ചറും ഇല്ല, വില കുറവിലും കിട്ടും എന്നുള്ളതാണ് പ്രത്യേകത. ഒരുപാട് ആളുകൾ ഇവിടെ വന്നിട്ടൊക്കെ ഫർണിച്ചർ എടുക്കാറുണ്ട്. കുറേ കടകളൊന്നും തുറന്നിട്ടില്ല. ഒന്നാമത് ഞായറാഴ്ചയാണ്, പിന്നെ അത് രാവിലെയാണ്. ഞങ്ങളൊരു 8 മണിയായിട്ടുണ്ട് കോതമംഗലത്തെത്തിയപ്പോൾ. പിന്നെ നമ്മുടെ സ്ഥിരം റൂട്ട് കാണിക്കാഞ്ഞത് എല്ലാവരും എപ്പോഴും കണ്ടുമടുത്തതായിരിക്കും എടപ്പള്ളി, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ കോതമംഗലം തുടങ്ങി അങ്ങോട്ട് നമുക്ക് മൂന്നാറിന് പോകാം. ഈ പാടമാണോ ഇങ്ങനെ പുല്ല് പറഞ്ഞ് കിടക്കണേ? പറമ്പല്ല, നികത്തിയെടുത്തത്. കണിയോ? നമ്മൾ കയറ്റം കയറാൻ തുടങ്ങി. തലക്കോട് ഓരോരോ കാര്യങ്ങൾ. ഇത് എന്തായാലും ഒരു കയറ്റത്തിന് റെക്കോർഡ് അത് ഓരോരോ നിമിഷം തീരുമാനാവില്ല. വളമായതുകൊണ്ട് അവനും പേടിയുണ്ട്, വണ്ടിയില്ല. ഇവിടെ ഒക്കെ ഉണ്ടോ? ഇടിയിറച്ചിയുടെ നാടാണിത്. കാട്ടിലേക്ക് എത്തും പോലെ അല്ലേ? ഇത് കയറി ഇറങ്ങി കഴിഞ്ഞാൽ നേരിമംഗലം ടൗൺ ആയി. ഇനി അങ്ങോട്ട് കയറ്റം അല്ലേ? എവിടെയാണ്? വാഗമൺ. നീലാംബരി. ഞങ്ങളുടെ സൂപ്പറിന്റെ മഞ്ഞമൂടിയ മലകൾ. എന്താ രണ്ടുപേരും പിന്നെ ഇങ്ങനെ ഇവിടുത്തെ മെനു ഉണ്ടാക്കാം. ഇവിടുത്തെ ജയന്തിയിലത്തെ ഞായറാഴ്ച രാവിലെ ഇത് മൂലമറ്റ അങ്ങനെ കയറിപ്പോ അങ്ങോട്ട് മൂലമറ്റ പവർ ഹൗസ് മൂലമറ്റം അല്ലേ? നല്ല തിരക്കായിരിക്കും കേട്ടോ മൂന്നാറ്. നാളെ ഞായറാഴ്ചയല്ലേ?
ഒക്കെ ഭംഗിയായി റോഡൊക്കെ നല്ല വൃത്തിയാക്കി. റോഡ് നല്ല റോഡ് അല്ലേ? ഇതോ റോഡ് നല്ല റോഡ്. റോഡുകളൊക്കെ നന്നാക്കിയതേ. 10 കൊല്ലം പുള്ളിക്കാരനുണ്ടല്ലോ അല്ല മോനും ബ്രദറാ. ജില്ലാ കൃഷിത്തോട്ടം നേരിമംഗലം അങ്ങനെ സ്ഥാപനമുണ്ട്. എന്താ ഒരു ഗുണവും ഇല്ലാന്നാ പറഞ്ഞത്. ഒരു 5-8 പേര് മൊത്തം കഞ്ചാവ് സൂപ്പർ പാലമുണ്ട്. ഇതല്ലേ നേരിമംഗലം കഴിഞ്ഞിട്ടല്ലേ? നേരിമംഗലം പിടിച്ച ആയിട്ടില്ല. നേരിമംഗലം എത്തണേ കലൈപ്പാലാണോ? ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള പാലാണ്. അന്ന് മാർത്താണ്ഡവർമ്മ പാലം പണിത ആ സമയത്തുള്ള ഐറ്റിങ്ങൾ എത്താത്ത സ്ഥലമില്ലല്ലേ? അയാൾ നോക്കി അല്ല ഈ സാധനം മാറിക്കഴിഞ്ഞിട്ട് കയറാൻ പാടില്ലേ? പണി കിടക്കും. ഇതുവായാലും മരിച്ചത് കണ്ടത് ആദ്യമാണ്. പക്ഷെ ആദ്യം കണ്ടവരാ അത് നമ്മളാ. എടോ താൻ എന്ത് ഊളത്തറയും പറയണത്? തന്നെ വിവരം അറിയിച്ചത് അയാളല്ലേ? അറിയിച്ചത് അയാളാണ്. അപ്പൊ അയാളല്ലേ ബോഡി കണ്ട? അല്ലല്ല, അത് നമ്മൾ ആദ്യം കണ്ടത്. ഓ എവിടെ കിട്ടണം ഇതിനൊക്കെ? ഇത് പക്ഷെ ആ സന്തോഷം വെച്ച് അത് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട. ആനത്താരാന്ന് പറഞ്ഞു. ആനത്താര 30 കിലോമീറ്റർ സ്പീഡേ പാടുള്ളൂ. അതൊക്കെ അങ്ങനെ പറയുന്നത്. 50 കിലോമീറ്റർ സ്പീഡിൽ കൂടുതൽ പോകാൻ പാടില്ലാന്ന് സിറ്റിയിൽ എഴുതിയിട്ടുണ്ട്. 30 കിലോമീറ്റർ കൂടുതൽ പോകാൻ പാടില്ല. എല്ലാം 60-100 പോണെ. അല്ല സംഗതിയൊക്കെ പറഞ്ഞൊക്കെ ശരിയാണ്. ആനയൊന്നും ഇറങ്ങി വന്നേക്കല്ലേ? ആനയും പുലിയൊന്നും ഇറങ്ങി വന്നേക്കല്ലേ? ആന എന്ന് പറഞ്ഞു സംഗമം നമ്മുടെ വണ്ടിയാ. ഈ അടുത്ത പ്രാവശ്യം നമ്മള് ആലുവ വണ്ടിയാണല്ലോ. കൂടി നല്ല അടിപൊളി നമ്മുടെ വണ്ടിയാ. നന്നാലും അണ്ടർടേക്ക് ചെയ്യുന്നത്. ഇത് എവിടം വരുള്ളൂടാ? കുറച്ച് കഴിയുമ്പോ മാറി വളവ്. പാറയാ, മരം നോക്കിട്ട്. ഈ രണ്ട് ഇതാണ് വിലാസിനി വളവ്. അങ്ങോട്ട വഴി അങ്ങോട്ട് കൂടി തെറ്റിച്ച് കഴിഞ്ഞാൽ പാറയിലേ കയറും. ഇവിടെ തന്നെ സുഖമായിട്ട് സംഗതി ചാപ്പാട് ഇവിടെയാണ് ഹോട്ടൽ ആനപൂർണ. ആനയുടെ വലിയൊരു പടവും വെച്ചിട്ടേ അന്നപൂർണ. ആൾക്കാർ ആനപൂർണ തന്നെ പറയും. ഈ നമ്മുടെ മുമ്പില് വണ്ടി കണ്ടാലേ നമുക്ക് സ്പീഡ് എടുക്കാം. എന്തോ വെള്ളച്ചാട്ടം നല്ലോണം വെള്ളച്ചാട്ടം ഉണ്ടാവും ഇത്ര ഇവിടെ. ഉണ്ടാവും, കണ്ടറിയാം. മഴ പെയ്യാത്തോണ്ട് അതെ അതെ, നമ്മൾ ഇതിനു മുമ്പ് വന്നപ്പോ കണ്ടിട്ടുണ്ട് പണ്ട്. ആരെങ്കിലും കേട്ടോ ഒരു ഫോട്ടോ എടുത്ത് എല്ലാരും നോക്കിയാലല്ലേ കാണും. അത് അമ്മ ഇട്ടരും. അമ്മയും അച്ഛനും കൂടെ ബാക്കിൽ ഇരുന്നോണ്ട് സ്റ്റാറ്റസ് ഇട്ടാ മതി. ഒരുപാട് വെള്ളം ഒഴുകണ വെള്ളച്ചാട്ടം കണ്ട് നിർത്തിയതാണ് കേട്ടോ. പക്ഷേ ഇപ്പം അവിടെ വെള്ളമൊന്നും തീരെ ഇല്ല. എന്നാലും ആൾക്കാർ അതിൻ്റെ സ്ഥലമാണെന്ന് കണ്ട് നിർത്തിയപ്പോൾ നമ്മളും കൂട്ടത്തിലും കൂടെ നിർത്തിയെന്നേ ഉള്ളൂ. നൂല് പോലെ കുറച്ച് വെള്ളം വന്നിട്ട് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വീണ്ടും തുടർന്ന് നമ്മുടെ യാത്ര മുന്നോട്ട് തന്നെ പോയി. ഇങ്ങനെ ഏകദേശം മൂന്നാറിനൊക്കെ അടുത്തെത്താനായി. മൂന്നാറിലെ വീഡിയോ കാണാൻ മറക്കണ്ട കേട്ടോ. മൂന്നാറിൽ എത്തിയതിന് ശേഷമുള്ളത് എത്ര കണ്ടാലും മതി വരാത്ത തേയിലത്തോട്ടങ്ങളും കോടയും മലയും ഒക്കെ തന്നെയാണ് അതിനുള്ളത്. അടിപൊളി യാത്രയായിട്ടാണ്, വീഡിയോ ആയിട്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ. കയ്യെത്തും അല്ലേ? അപ്പോൾ തുടർന്ന് വരുന്ന നമ്മളുടെ മൂന്നാർ വീഡിയോ, മൂന്നാറിൽ അതായത് മൂന്നാറിൽ എത്തിയിട്ട് തേയിലത്തോട്ടങ്ങളും കോടയും നമ്മളുടെ വീഡിയോ ഒന്ന് കാണാൻ മറക്കണ്ടായിരുന്നു. പിന്നെ അത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോക്കാണെങ്കിൽ നിങ്ങളൊന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കണ്ട. അതേപോലെ ഒരു ലൈക്ക് എങ്കിലും തരണേ. കമൻറ്റ് ഇടണമെന്നില്ല ആരും, പക്ഷെ കാണുന്നവരുണ്ട്, കാണുന്നവരാരും ലൈക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഒരു ലൈക്കും കൂടെ തരണം, ഹൈപ്പും ചെയ്യണം. ഇത് രണ്ടുമെങ്കിലും നിങ്ങൾ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതേപോലെ വരുന്ന വീഡിയോകളിലും അങ്ങനെ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ അങ്ങനെ അങ്ങോട്ട് പോയി ഹോട്ടലിലല്ല കേട്ടോ, റിസോർട്ടിൽ നമ്മൾ റൂം എടുത്തിട്ടുണ്ട്. അപ്പോൾ റിസോർട്ടിലേക്ക് പോയി നേരെ നമ്മുടെ സാധനങ്ങളെല്ലാം അവിടെ വെച്ചതിന് ശേഷം നമുക്ക് കാഴ്ചകൾ കാണാനായിട്ടൊക്കെ ഇറങ്ങാം. അപ്പോൾ ബാക്കി ഇത്തിരി ദൂരം കൂടിയുണ്ട്, അതും കൂടെ കണ്ടിട്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ആക്കാം അല്ലേ. മുൻപ് തീരെ ചെറിയ വഴിയായിരുന്നു കേട്ടോ മൂന്നാറിലേക്കുള്ളത്. നമുക്ക് ശരിക്ക് ഹെയർ പിൻ വളവുകളെന്ന് പറഞ്ഞാൽ ഹെയർ പിൻ വളവുകൾ തന്നെയായിരുന്നു. അത് പേടിയാവുകയും ചെയ്യും നമുക്കെന്നാൽ.
പക്ഷേ ഇപ്പോൾ അത് പോയിട്ട് 3-4 വണ്ടിക്കൊക്കെ ഒന്നിച്ച് പോകാമെന്നുള്ള രീതിയിലാണ് കുറേ ഭാഗത്തുള്ള റോഡുകൾ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ അതാ സൈഡെല്ലാം വെട്ടി ഒതുക്കി വീണ്ടും റോഡിന് വീതി കൂട്ടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് പോരാത്ത സ്ഥലങ്ങളെല്ലാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ മൂന്നാറിലേക്കുള്ള യാത്ര ഒരു ഹെയർ പിന്നിലൂടെ പോകണം, പേടിയാവോ, എങ്ങനെ ഓടിക്കുന്നൊന്നും ചിന്തിക്കേണ്ട, പോകാൻ സുഖമായിട്ട് പറ്റുന്നുള്ളതാണ്. 2 സൈഡിലും മണ്ണെല്ലാം ഇടിച്ച് അവിടെ ആ മണ്ണിടിച്ച ഭാഗത്ത് താങ്ങായിട്ട് കോൺക്രീറ്റിൻ്റെ ഇങ്ങനെ പലക പോലെ ഫിറ്റ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത് ആ മണ്ണിനോട് ചേർത്ത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി പോകുന്ന സമയത്താണെങ്കിലും അതുവഴി മണ്ണിടിച്ചിലോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും പെട്ടെന്നൊന്നും മണ്ണ് റോഡിലേക്ക് എത്തില്ല. കണ്ടോ, 2 സൈഡിലും ഉണ്ട് ഇതേപോലെ പിടിപ്പിച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളതുകൊണ്ട് വളരെ ഒരു ഗുണമാണ്, പേടിക്കാണ്ട് തന്നെ യാത്ര ചെയ്യാൻ പറ്റും. പിന്നെ നല്ലൊരു കാലാവസ്ഥയാണല്ലോ മൂന്നാറെന്ന് പറയുന്നത്. അതുതന്നെയല്ല, തേയിലത്തോട്ടങ്ങളൊന്നും കണ്ടാലും നമുക്ക് മതിയാവില്ല. അതേപോലെ തന്നെ അവിടുത്തെ കാലാവസ്ഥയും ചുറ്റുപാടുകളും എത്ര കണ്ടാലും മതിയാവില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ ബൈ.